ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു നിവ വ്ളോഗ്സ്. നിവ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ജസ്റ്റ് കുറച്ച് ബിഎഡ് റിലേറ്റഡ് ഡൗട്ട് ക്ലിയറിങ് വീഡിയോ ആട്ടോ. ആക്ച്വലി ഇന്ന് സ്റ്റാൻഡ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കുറേ ദിവസങ്ങളായിട്ട് വിചാരിക്കുകയാണ് ബിഎഡ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. കാരണം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടാൽ പോലും അതിനകത്ത് എപ്പോഴും കുറേ കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ നമുക്കതൊന്ന് ക്ലിയർ ചെയ്യണം. കാരണം നിങ്ങൾ ഡൗട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ടൈപ്പ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു ടൈം കിട്ടാഞ്ഞിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ 1 by 1 ഞാൻ ഒത്തിരി സ്റ്റോറീസിലേക്കൊന്നും പോകണില്ല. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തത്, നമുക്കിഷ്ടമുള്ള ലാംഗ്വേജ് ബിഎഡ് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ബിഎഡിൻ്റെ എക്സാം മലയാളത്തിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം. നിങ്ങൾക്കറിയാം TTC ആണെങ്കിൽ കംപ്ലീറ്റ് മലയാളത്തിലേ പറ്റത്തുള്ളൂ. ബിഎഡ് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ മലയാളം മാത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് TTC ഒക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കും മലയാളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെർട്ടൈസ് ആവുന്നു. പക്ഷേ TTC ഒക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ കംപ്ലീറ്റ് കാര്യങ്ങളും ആൻസർ ചെയ്യാനായിട്ട്. ലൈറ്റിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഇങ്ങോട്ടൊക്കെ പിടിച്ച് നോക്കുമായിരുന്നു എവിടെയാണ് ലൈറ്റ് എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ മാം, നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് ബിഎഡ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ബോണസ് പോയിന്റ് ഉണ്ടാകുമോ? പ്ലീസ് റിപ്ലൈ. നെറ്റ് ക്വാളിഫൈ ആയിട്ട് ബിഎഡിൻ്റെ ആപ്ലിക്കേഷൻ, നെറ്റ് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും അവിടെ കിട്ടുന്നില്ല കേട്ടോ. ബിഎഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഇതൊരു നമുക്ക് കൊടുക്കാൻ പോലും ഇല്ല. ഈ ഒരു കാര്യം നമുക്ക് കൊടുക്കാനായിട്ടൊന്നുമില്ല. അവിടെ ഒന്നും എക്സ്ട്രാ പോയിന്റുകളൊന്നും കിട്ടാറില്ല കേട്ടോ. ഞാനിവിടെ ഫോൺ വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് നോക്കുന്നത്. ദെൻ ഞാൻ ബിഎഡ് കേട്ടിട്ട് ക്വാളിഫൈഡ് ആണ്, ബട്ട് എവിടെയും 15,000-ൽ കൂടുതൽ സാലറി ഉള്ള ജോബില്ല. അതൊരു നല്ല കാര്യം. നല്ല കാര്യം പോട്ടെ, കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ഇരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ കൈക്കൊക്കെ വേദന എടുക്കുന്നത്. അപ്പം ഞാൻ ബിഎഡ് കേട്ടിട്ട് ക്വാളിഫൈഡ് ആണ്. ഇവിടെ ബിഎഡ് PG, ബിഎഡ്, നെറ്റ് ഒക്കെ കിട്ടിയിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചും കൂടി പേ സ്കെയിൽ കൂടുതലായിട്ടുള്ള ജോബിനാണ്. ഓക്കെ, അപ്പം ശരിക്കും ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. എയ്ഡഡ് പെർമനൻറ്റ് സ്റ്റാഫ് എന്ന ഒരു ഗണത്തിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും 10,000 തൊട്ട് ആണ് പേ സ്കെയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ബിഎഡ് പഠിക്കുമ്പോൾ നമ്മുടെ ബിഎഡ് പഠിക്കുന്ന കുട്ടികളൊക്കെ പൊതുവായുള്ള ധാരണ ബിഎഡ് പഠിച്ചിറങ്ങി ഇപ്പം അങ്ങ് നമുക്ക് ഒരു വലിയ കോളേജിൽ വലിയ ടീച്ചറായിട്ട് കുറേ പേ സ്കെയിലൊക്കെ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം എടുക്കും. നമ്മൾ ഗവൺമെൻറ് എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്ത് ഒരു പെർമനൻറ്റ് പോസ്റ്റിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കാര്യം നടക്കില്ല. ഈ ഒരു പേ സ്കെയിലേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, CBSE സ്കൂൾസ് അങ്ങനെയുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു 25,000 അല്ലെങ്കിൽ 30,000 ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. BCom കഴിഞ്ഞവർക്ക് ബിഎഡ് എടുക്കാൻ പറ്റില്ലേ? ഇല്ല, BCom കഴിഞ്ഞാൽ പറ്റത്തില്ല. MCom അതുപോലെ. നിങ്ങൾ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതിയിട്ട്. ഇതെല്ലാം കമൻറ്റുകളാണ് ഞാൻ വായിക്കുന്നത്. അറിയാവുന്ന കുറച്ച് കമൻറ്റുകൾ വായിച്ച് തന്നെ പറയാം. ബിഎഡ് കഴിഞ്ഞവർക്ക് പറ്റത്തില്ല. BCom കഴിഞ്ഞവർക്ക് പറ്റത്തില്ല. BCom MCom ആവശ്യമാണ്. MCom വേണം. മാം, ബിഎഡ് ആൻഡ് PG ഒപ്പം നമുക്ക് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിലായിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും, ഷുവറാണ്. ബിഎഡ് നമുക്ക് ഏതെങ്കിലും ഒരു റെഗുലർ കോഴ്സും ഏതെങ്കിലും ഒരു ഓപ്പൺ കോഴ്സും അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന ഡിഗ്രി കോഴ്സുകളും നമുക്ക് അറ്റ് എ ടൈം പർസ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ബിഎഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ LP സ്കൂളിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റുമോ? ഇല്ല, ബിഎഡ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ LP സ്കൂളിൽ ടീച്ചറായിട്ട് കയറാൻ പറ്റത്തില്ല. ബിഎഡ് UP തൊട്ടാണ്. LPയിൽ TTC മസ്റ്റാണ് കേട്ടോ. TTC വേണം. അതുകൊണ്ടാണ് LPയിൽ കൂടുതൽ അവസരങ്ങളുണ്ട്. TTCക്ക് ഇപ്പോൾ കുറച്ചും കൂടെ ബിഎഡിനേക്കാളും കുറച്ചുകൂടെ ഡിമാൻഡ് TTCക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്. ദെൻ ബിഎഡ് ഡിസ്റ്റൻസ് പഠിച്ചത് ശേഷം ബിഎഡ് കോളേജിൽ പോയി ചെയ്യാൻ പറ്റുമോ? ബിഎഡ് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വാലിഡിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡു. ഓക്കെ, വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബിഎഡൊന്നും അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ അതായത് PSC അംഗീകരിക്കുന്നൊരു ബിഎഡാണ് നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബിഎഡ് പോയിട്ട് ബിഎഡ് കോളേജിൽ ചെയ്യേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇതിനകത്ത് എക്സ്ട്രാ പ്രിവിലേജസ് ഇല്ല. ഓക്കെ, ദെൻ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടോ ഫോർ ബിഎഡ് നോട്ട്സ് കിട്ടാൻ? ഷുവർ ഉണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. കുറച്ച് ഞാൻ അപ്പം പഠിച്ചുകൊണ്ടിരുന്ന കുറച്ച് നോട്ടുകളായിട്ട്. പിന്നെ നിങ്ങളൊക്കെ പുതിയ ആളുകൾ നോട്ടുകൾ ഇടുക അതിൻ്റെ അകത്ത്. ഓക്കെ, കുറേ അത് തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചേച്ചി, ബിഎഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്സാം എഴുതാൻ കഴിയുള്ളൂ, ഒപ്പം തന്നെ എഴുതാൻ പറ്റില്ലേ? ഞാൻ ബിഎഡ് മലയാളം ചെയ്യുവാണ്. അപ്പോൾ ഏതൊക്കെ എക്സാമാണ് എഴുതാൻ പറ്റും? ബിഎഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ബിഎഡ് ക്വാളിഫിക്കേഷനുള്ള ഒരു PSC എക്സാം എഴുതാൻ പറ്റത്തില്ല. ബിഎഡ് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ,
ദെൻ ബി ഈസ് ടൂർ കമ്പൽസറി ഫോർ ബി എഡ് ക്ലാസ്. ടൂർ നിർബന്ധമാണ്. നമുക്ക് 2 രീതിക്ക് ടൂർ ചെയ്യാമായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്ക് 1 ഡേ ട്രിപ്പ്, ബാക്കി എല്ലാവർക്കും തന്നെ മെയിനായിട്ടും 5 ദിവസത്തെ ഒരു 5 ഡേ അങ്ങനെ കണ്ടായിരുന്നു തോന്നുന്നു ടൂറിൻ്റെ ഒന്ന്. അപ്പം അങ്ങനെ അപ്പോൾ ആ ടൂർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ടൂർ നിർബന്ധമാണ് കേട്ടോ, ടൂർ കമ്പൽസറിയാണ്. ദെൻ ഏത് മന്താണ് ക്ലാസ് ഫിനിഷ് ആയത്? എനിക്കിപ്പോൾ 2 വർഷമായി. എൻ്റെ ഒരു ഇയർ പോയില്ല കേട്ടോ. അത്യാവശ്യം ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴേക്കാണ് ഫിനിഷ് ചെയ്തത്. അപ്പം തന്നെ പ്ലേസ്ഡ് ആവുകയും ചെയ്തു. അപ്പം ഇയർ ഗ്യാപ്പൊന്നും വന്നില്ല ഏകദേശം. പക്ഷേ എനിക്ക് നല്ലൊരു ജോബ് കിട്ടിയത് അത് കാരണം മിസ്സായി പോവുകയും ചെയ്തു. ഒരു MBA കോളേജിൽ പഠിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബി എഡിൻ്റെ റിസൾട്ട് എക്സാം ഒക്കെ ഡിലേ ആയതുകൊണ്ട് അത് നഷ്ടമായി. പക്ഷേ ഒരു ജൂൺ ജൂലൈ മന്തിലോടുകൂടിയാണ് എൻഡ് ചെയ്തതെന്ന് തോന്നുന്നു. ഓക്കെ ചേച്ചി, കമ്മീഷൻ ഓറൽ എത്ര വർക്കിംഗ് മോഡലാണ് ചെയ്യേണ്ടത്? പ്ലീസ് റിപ്ലൈ. കമ്മീഷൻ ഒരു സ്റ്റിൽ മോഡലും ഒരു വർക്കിംഗ് മോഡലും ആട്ടോ. ഒറ്റ സ്റ്റിൽ മോഡലും ഒറ്റ വർക്കിംഗ് മോഡലും ആയിരുന്നു ഞങ്ങളായിരുന്നപ്പോൾ ചെയ്യാനായിട്ടുള്ളത്. വർക്കിംഗ് മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഇത് വെച്ച് കൊടുത്താൽ പോരെ, എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിട്ട്. ഇപ്പം ഞാനൊക്കെ ചെയ്തത് ബാങ്കിങ്ങിൻ്റെ എവല്യൂഷൻ, ഒരു ടേബിളിൽ 4 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടി, തട്ടിക്കൂട്ട് പരിപാടികളാണ് ഞാനൊക്കെ ചെയ്തത്. നമുക്ക് അതിനൊന്നും ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ബി എഡിൻ്റെ മാർക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് പാസ്സായാൽ മതിയല്ലോ, നമുക്കത് മതി. എവിടെയും ബി എഡ് സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. അതേസമയം ഡിഗ്രിയുടെ PGയുടെ ഒക്കെ റിസൾട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബി എഡ് പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വളരെ ഒരു ഇതായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബി എഡ് പഠിച്ച് ഇറങ്ങിയിട്ട് ആക്ച്വലി ഞാൻ ഒരു ഗസ്റ്റായിട്ടൊരു കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. ദെൻ സൈഡായിട്ട് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇനി ബി എഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം കേട്ടോ. മാം ഏത് കോളേജായിരുന്നു? ഞാൻ JPM കോളേജ് ലെപ്പക്കടയിലാണ് പഠിച്ചത്. മെറിറ്റിലാണ് കിട്ടിയത് കേട്ടോ. അപ്പം അത്രയൊക്കെയാണ്. തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി PSC അപ്രൂവ്ഡ് ആണ്, നിലവിൽ അപ്രൂവ്ഡ് ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നന്നായിട്ട് വെരിഫൈ ചെയ്തിട്ട് പോവുക. PSCയുടെ ലിസ്റ്റിലൊക്കെ നന്നായിട്ടൊന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഒത്തിരി ഡൗട്ടുകളുണ്ട്. ഇപ്പം തന്നെ സമയം 7 മിനിറ്റായി. അതുകൊണ്ട് ഒത്തിരി ടൈം ഞാൻ കളയുന്നില്ല. ബാക്കി കമൻറ്റുകളും ഡൗട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുവരെ താങ്ക്